ഹ്യൂമൻസിൻ്റെ ആ ഒരു അവബോധമില്ല അവർക്ക്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓവർ സ്മാർട്ട്നെസ്സാണെന്ന് വിചാരിക്കും എന്നുള്ളൊരു അവബോധമില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 4 ദിവസം കൊണ്ട് തന്നെ ഇവർ രണ്ടാളും, ഡോഗ്സ് മാത്രമല്ല 2 ഹാൻഡ്ലേഴ്സും നല്ല രീതിയിൽ പഠിച്ചതിനും ഞാൻ അവരെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പലപ്പോഴും പലരും അടുത്ത് പറഞ്ഞ പോലെ ഷൈ ആയിട്ടും അത് നടക്കില്ല എന്നുള്ളൊരു പോലെയൊക്കെ പലരും അത് സമ്മതിക്കാറില്ല. പക്ഷേ ഇവരെ ആ ധൈര്യത്തിന് ഞാൻ എന്തായാലും സമ്മതിച്ചിരിക്കുന്നു. കാരണം ആദ്യമൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു 1 ഇയറായിട്ട് തന്നെ നമ്മളെ ഈ ഒരു വർക്കിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു 2 ഇയറായിട്ട് തന്നെ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പല തിരക്കുകൾ കൊണ്ടും നമുക്കത് വരാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പല ഫോളോവേഴ്സിനും അറിയാം. ഇപ്പോഴാണ് നമ്മൾ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസുകൾ ഇട്ട് തുടങ്ങിയത്. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ അപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കണ്ട ഡോബർമാൻ കണ്ട എന്തോരം വികൃതികളെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ട. ആ ഫീമെയിൽ, അതായത് ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഇത്തിരി ചെറിയ ഡോഗ്. മെയിൽ ഡോഗ് കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി ആയിട്ടുണ്ട്. ഫീമെയിലിന് ആ ഒരു കളി മാറിയിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഔട്ട് സൈഡിൽ നിന്നുള്ള വേറെയുള്ള ഡോഗ്സുകളൊക്കെ വരുമ്പോൾ ഈ മെയിൽ ഡോഗ് ആ ഫീമെയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണ പോലെ അവരുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ ഡൊമിനൻ്റായിട്ട് പോകും. ഫീമെയിലിനും പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇവരും പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഫീമെയിലിനായിട്ടും ഡൊമിനൻ്റാണ് ഞാൻ നല്ല കറേജുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഔട്ട് സൈഡിലുള്ള ഡോഗ്സിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. പിന്നെ നമുക്ക് ഇത്ര ദിവസം കൊണ്ട് തന്നെ വാച്ച് ചെയ്തിട്ട് ആ ഒരു അഗ്രഷനുകളും ഹ്യൂമൻ അഗ്രഷൻ, എനിമൽ അഗ്രഷനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെയുള്ള ആൾക്കാരെ കടിക്കുമോ എന്നുള്ള പേടിയൊന്നുമില്ല. എനിക്ക് തീർച്ചയായിട്ടും ഇല്ല, അവർക്കും അതില്ല. പലർക്കുള്ള ഇതുണ്ടെന്നുണ്ട്. ഏത് സമയത്തും എനിമലല്ല, അതിൻ്റെ സ്വഭാവം മാറാം. അങ്ങനെ ഒരില്ല. മനുഷ്യൻ്റെ സ്വഭാവം വേണമെന്ന് വെച്ചാൽ മാറാം. ഒരിക്കലും ഒരു എനിമൽ എന്ന് പറയുമ്പോൾ പല എനിമലുകളെയും പെടുത്താം. എന്നിരുന്നാലും ഡോഗിൻ്റെ സ്വഭാവം മാറില്ല. മനുഷ്യൻ്റെ ആദ്യത്തെ സുഹൃത്താണ്. അതിൻ്റെ മനസ്സ് ശരിക്ക് അറിഞ്ഞ, അതിന് ശരിക്ക് അതിൻ്റെ ബിഹേവിയറിങ്